ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടാണ്. പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് നെല്ലിയാമ്പതിയുടെ ചില കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ യാത്രയിൽ ഒരു പോത്തുണ്ടി ഡാമിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഡാമിലെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല, നമ്മളതിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. പുറത്ത് ചില കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അത്യാവശ്യം വലിയൊരു ഡാമാണ്. പിന്നെ കുറേ പാർക്കും കാര്യങ്ങളും ഫുൾ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഗൈസ്, നമ്മളിവിടുത്തെ കാഴ്ചകൾ കണ്ട് വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റിലൊരു നമ്മൾ വണ്ടി നമ്പറൊക്കെ കൊടുക്കണം. അവിടെ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ടൈമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സമയം 7 to 3, പിന്നെ പുറത്ത് കൊണ്ട സമയം 5 PM ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡീറ്റെയിലൊക്കെ എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട്സ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ചെക്ക് പോസ്റ്റിൽ നല്ല ഡീറ്റെയിൽ എടുത്ത് യാത്ര വീണ്ടും തുടരുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ യാത്രയിൽ ഒരു അടിപൊളി വെള്ളച്ചാട്ടം കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പിന്നെ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. നമുക്കിതിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫൈനൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ അടുത്ത് നിന്നിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമാണ്. നല്ല മലമുകളിൽ നിന്നാണ് വെള്ളമൊക്കെ ഒഴുകി വരുന്നത്. ഇതിൻ്റെ അടിയിൽ കുറേ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അടിപൊളി ഈ പോയിൻ്റാണ്. പിന്നെ വെള്ളമൊന്നും അധികമൊന്നും ഇല്ല. ഇതിൻ്റെ അവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. ഇപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ യാത്രയിൽ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് കണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കിടിലൻ ലുക്കാണ്. ഇത് വലിയ മലയാണ്. നല്ല ഭയങ്കര ഹൈറ്റിലാണ് അവിടെ നിന്ന് കാണുള്ളത്. അടിയിൽ മൊത്തം കാടാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നെല്ലിയാമ്പാതിയിലെ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല അടിപൊളി കാപ്പിത്തോട്ടങ്ങളാണ് അവിടെ. പിന്നെ അതിൻ്റെ സൈഡിൽ കുറേ കാട്ടുപന്നികളൊക്കെ കയറി പോകുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ പശുക്കുട്ടിയെന്ന് വിചാരിച്ചു, പക്ഷേ ഫുള്ള് കാട്ടുപന്നികളാണ്. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ നെല്ലിയാമ്പതി വ്യൂ പോയിൻ്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടുത്തെ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഈ സൈഡിൽ നല്ല തേയിലത്തോട്ടങ്ങളും അടിപൊളി ഫുൾ സെറ്റപ്പാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ വ്യൂ പോയിൻ്റ് കാണാൻ പോകുന്നത്. അപ്പോൾ സൈഡിലൊക്കെ നല്ല നല്ല കാഴ്ചകളാണ്. നല്ല അടിപൊളി മരങ്ങളൊക്കെയാണ് ഈ സൈഡിൽ നിൽക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കിട്ടുന്ന. അവിടെ നല്ല തേയിലത്തോട്ടങ്ങളാണ്. നമ്മൾ കാഴ്ച കൊണ്ട് നടക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ചധികം ഉണ്ടെങ്കിൽ നടക്കാനുണ്ട് അല്ലേ മച്ചാനെ? നല്ല കാഴ്ചകളുണ്ട്, നടക്കണം. റോഡ് അത്ര ഫിനിഷിങ് അല്ലല്ലോ നടന്നു. കല്ലും ഇതൊക്കെ വെച്ച റോഡാണ്. എന്തായാലും നല്ല ടീം വഴിയാണ് നടന്നു പോകാൻ. ഏകദേശം കുറച്ചും കൂടി അങ്ങോട്ട് നടക്കാനുണ്ട്. പോയിട്ട് വരാം. അവിടെ ക്ലോസിങ്, ആ വഴി ക്ലോസിങ്ങാ.
വീട്ടിലെ ലുക്കാണ് ഗൈസ്. അവിടെ കണ്ടില്ലേ വലിയ വലിയ മലകളൊക്കെ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗ്യാസ് ഏറെക്കുറെ നമ്മൾ നടന്ന് വ്യൂ പോയിന്റിൻ്റെ അടുത്ത് എത്തായിരിക്കണം. ഗൈസ് നമ്മളിപ്പോൾ വ്യൂ പോയിന്റിൻ്റെ അടുത്ത് എത്തിയിരിക്കണം. നല്ല കൂളിങ് ഏരിയ കേട്ടോ. അവിടെ ഫുള്ള് മരങ്ങളാണ് ഇവിടെ ഒക്കെ. നല്ല തിരക്കൊക്കെ ഉണ്ട്. കുരങ്ങന്മാരൊക്കെ ശല്യമുണ്ട് ഇവിടെ. കുറെ ആൾക്കാർ സൈഡിൽ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ഇത് തന്നെയാണ് ഇറങ്ങി വരുന്നത്. നമ്മൾ യാത്ര കണ്ട് നടക്കുകയാണ്. വേറൊരു വഴി ഇതിനെ കാണുന്നുണ്ട്. സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആണ്. പിന്നെ ഇതാ ഇവിടെ സീതാർകുണ്ട് വ്യൂ പോയിന്റിന്റെ ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ജസ്റ്റ് നേരത്തെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അതല്ല, ഒരു വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഹൈറ്റ് കൂടിയ മലകളൊക്കെയാണ് അവിടെ. അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അതൊക്കെ താഴെ കണ്ടില്ലേ ഒരുപാട് വീടുകളൊക്കെ മലകളൊക്കെ. അതോ ഏകദേശം അതുവരെയുള്ള അതിൻ്റെ ഒരു എൻഡ് കാണാനുള്ളത്. പിന്നെ അങ്ങോട്ട് പോവാണെങ്കിൽ നമുക്ക് കുരങ്ങന്മാർ കുറേ ഇരിക്കുന്നുണ്ട്. മേലെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ലാസ്റ്റ് ക്ലോസിങ് അവിടെ ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കണം. അവിടെ ഇനി നമുക്ക് കടക്കാൻ പറ്റില്ല. ഇതുവരെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് കുറഞ്ഞ
ഉണ്ടല്ലോ. ഗൈസ് നമുക്കിവിടെ കറക്റ്റായിട്ടൊന്നും കാണാനില്ല. അപ്പോൾ ആ ഭാഗത്തൊക്കെയാണ് തമിഴ്നാടിൻ്റെ ഒരു ബോർഡറായിട്ട് വരും. അവിടെയൊക്കെ ഇവിടെ കേരളമായിട്ട് വരില്ല. ഇവിടെ കേരളമായിട്ട് ഇപ്പൊ തമിഴ്നാടിന് കേരളത്തിന്റെ മേലെയാണ് നിൽക്കുന്നത്. പിന്നെ കറക്റ്റായിട്ടൊന്നും കാണാനില്ല. അപ്പോൾ ഗൈസ് നെല്ലിയാമ്പതിയുടെ ഏകദേശം കാഴ്ചകൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ തേയിലത്തോട്ടങ്ങളും 2 സൈഡ് പോയിന്റും ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനില്ല. പിന്നെ ഇവിടെ മറ്റേ ജീപ്പ് സവാരി ഉണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ നെല്ലിയാമ്പതിയിലെ ചില കാഴ്ചകൾ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.